ഹായ്, ഞാൻ ഗീത നായർ. കുറച്ച് ദിവസമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചരണത്തിൽ വന്നിരിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ മഞ്ജു പിള്ള എല്ലാവർക്കും അറിയുന്നതാണ്. SP പിള്ള സാറുടെ പേര് കൊച്ചുമോള. ഈ മഞ്ജു പിള്ളയുടെ മോള് ഒരു ഡ്രസ്സ് ധരിച്ചു. ആ ഡ്രസ്സിന് എന്താ കുഴപ്പം? അത് ആ കുട്ടിയുടെ ഇഷ്ടമാണ് ആ ഡ്രസ്സ് ധരിക്കൽ. ഓരോ വ്യക്തിക്കും അവനവൻ്റേതായൊരു ഡ്രസ്സ് ധരിക്കാനും അതേപോലെ തന്നെ അവനവൻ്റെ ഭക്ഷണങ്ങൾ അവനവൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഏതൊരു കുട്ടികൾക്കും ഉള്ളതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ആർക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് 10-21 വയസ്സായി. ഞാനിപ്പോഴും ബർമോഡ ഇടും. എനിക്ക് തോന്നിയ ഡ്രസ്സ് ഞാൻ ഇട്ട് നടക്കും. എവിടേക്കാണ് വേണ്ടത് അവിടെയെല്ലാം പോകും. എന്താ വേണ്ടത് കഴിക്കേണ്ടതെല്ലാം കഴിക്കും. ഇതാണ് ഞാൻ ആരെയും ബോധർ ചെയ്യില്ല. എനിക്ക് പറ്റിയാൽ നിൽക്കും, പറ്റിയില്ലെങ്കിൽ നിൽക്കില്ല ആ സ്ഥലത്ത്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഉടമയാണ് ഞാൻ. അപ്പോൾ ആ കുട്ടിയുടെ വ്യക്തിപരമായ ആ കുട്ടി ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കാണും. എനിക്ക് ആ കുട്ടിയുടെ സ്പീച്ച് കേൾക്കുമ്പോൾ ആ കുട്ടി എന്താണെന്നുള്ളത് ദയ സുജിത്ത്, ആ കുട്ടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മഞ്ജു പിള്ളയുടെ മോളെക്കുറിച്ച്. നല്ല മോളാണ്, കാണാനും സൗന്ദര്യമുണ്ട്. ആ കുട്ടി സൗന്ദര്യം ഇല്ല എന്ന് പറയുന്നു. മഞ്ജു പിള്ളയാണ് ഇതൊക്കെ ഒരു മാതാവിന് ഹർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ആ സംസാരിക്കുന്നത്. ഈ സുഫീന ബീവി അവർക്ക് എന്തൊരു ഭാഷയാണ് ആ സ്ത്രീ ഇങ്ങനെ ഉന്നയിച്ചു വരുന്നത്. പറയുകയാണെങ്കിൽ പറയാം, നമുക്ക് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാം. അത് ആ കുട്ടിയെ ഒരു ബോധവൽക്കരിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? ഇപ്പം ഇതിനൊരു കാറ്റഗറി ഇല്ല. അപ്പോൾ വലിയ ആളുടെ കുട്ടികളും ചെറിയ ആളുടെ കുട്ടികളും ആവറേജിലുള്ള കുട്ടികളും എല്ലാവരും ഇപ്പോൾ ഒരുപോലെയാണ് നടക്കുന്നത്. ഒരാളും ഇപ്പോൾ കാറ്റഗറി തിരിച്ചിട്ടൊന്നല്ല നടക്കണം. പിന്നെ അമ്മമാരും അച്ഛന്മാരും വീട്ടുകാരും പറഞ്ഞാൽ മക്കൾ കേൾക്കില്ല. ആ കുട്ടി കേൾക്കാത്ത സ്വഭാവം ആ കുട്ടിയുടെ കൈമിലില്ല. ആ കുട്ടി വളരെ ഒബീഡിയൻ്റ് ആയിട്ടാണ് എനിക്ക് മഞ്ജു പിള്ളയുടെ മോളെ തോന്നിയത്. ആ അമ്മയും മോളും തമ്മിൽ ആ സൗഹൃദം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വീട്ടിൻ്റെ അടിത്തറ എന്താണെന്ന്. ഇതൊന്നും അറിയാതെ ഈ ഒരു താത്ത കടന്ന് ഇങ്ങനെ ചിലക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അത് നിങ്ങളൊരു കാര്യം ആ കുട്ടി ഒരു പ്രാവശ്യമേ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ എത്രാമത്തെ വീഡിയോ ആണ് ഈ വൃത്തികെട്ട അശ്ലീലി ഭാഷയിൽ? കൊച്ചു കുഞ്ഞുങ്ങൾ കാണുന്നില്ലേ നമ്മുടെ ഈ വീഡിയോ? ഇന്നത്തെ യൂട്യൂബും എല്ലാം അവരെല്ലാവരും നിങ്ങളുടെ അശ്ലീലിത്തരമാണ് കേൾക്കുന്നത്. നിങ്ങൾ അതാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത്. അല്ലാതെ ആ കുട്ടിയെ നിയന്ത്രിക്കുകയല്ല. ആ കുട്ടിയെ നിയന്ത്രിക്കണമെങ്കിൽ ഇങ്ങനെയല്ല. നമുക്ക് എന്ത് സ്വാതന്ത്ര്യം, നമ്മൾക്ക് എന്ത് അവകാശം മഞ്ജു പിള്ളയുടെ മോളെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ വേറൊരു കുട്ടിയെ നിയന്ത്രിക്കാൻ? ഇന്നിപ്പോൾ ഒരു സ്കൂളിൽ പോലും ഒരു ടീച്ചർ ഒരു കുട്ടിയോട് കർശനമായി സംസാരിക്കുന്നില്ല. ഇന്നത്തെ ന്യൂ ജനറേഷനാണ്. അതേപോലെ നമ്മളിപ്പോൾ ഭർത്താക്കന്മാർ പറഞ്ഞാലോ മക്കൾ പറഞ്ഞാലോ കേൾക്കുന്നില്ല. വയസ്സായ സ്ത്രീകൾ എനിക്ക് എൻ്റെതുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ വഴിക്ക് ഓടുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു കുട്ടി ഫാഷൻ ഡിസൈനിങ് പഠിക്കണം. ആ കുട്ടി ഒരു വൃത്തിയോടോ ഇല്ല, എനിക്ക് തോന്നിയില്ല. ആ കുട്ടി ഒന്നും കാണിച്ച് പ്രദർശിപ്പിച്ചിട്ടില്ല. ആ കുട്ടി നടക്കുന്നത് പോലെ ഇപ്പോൾ മോഡൽസ് എത്ര പേര് നടക്കുന്നുണ്ട്? എല്ലാവരും നടക്കുന്നില്ലേ? സിനിമാക്കാർ നടക്കുന്നില്ലേ? പബ്ലിക്സ് നടക്കുന്നില്ലേ റോട്ടിൽ കൂടി? ഇതൊക്കെ ഇപ്പോൾ കണ്ട് മടുത്തു. കോവളം, നിങ്ങൾ ബീച്ചിലൊന്ന് പോയി നോക്കൂ. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? വിദേശീയരെ നമ്മുടെ നാട്ടിലേക്ക് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല മാഡം. നിങ്ങൾ ആ പറയുന്ന വൃത്തികെട്ട സംസാരം ഇനിയെങ്കിലും നിർത്തൂ. നിങ്ങളുടെ സംസാരം നിർത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ദയ സുജിത്ത് എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിയുടെ സംസാരം, ഹെർ വേ ഓഫ് ടോക്കിംഗ്, ആ ഒരു സംസാരം ഉണ്ടല്ലോ, എന്തൊരു രസകരമായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്. എഡ്യൂക്കേറ്റഡ് ആണ്. ആ പ്രൊനൗൺസിയേഷൻ കേട്ടാൽ നല്ല ഇംഗ്ലീഷാണ് ആ കുട്ടിയുടെ. അതൊക്കെ നമ്മൾ വിലയിരുത്തണം. അല്ലാണ്ട് പെട്ടെന്നൊരു വസ്ത്രധാരണത്തിൽ ഒരാളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് വളരെ വൃത്തികെട്ട സ്വഭാവമാണ് നിങ്ങൾ ആ കാണിക്കുന്നത്. പോരാത്തതിനെ മഞ്ജു പിള്ള അവരൊരു ഫേമസ് ആർട്ടിസ്റ്റാണ്. നമ്മൾ ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരെ എഴുതി തള്ളേണ്ടവരല്ല. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങളെപ്പോലെ ഇങ്ങനെ ബൗ എന്ന് ചലിക്കുന്നവരല്ല. അവരത്രയും ഒരു കലാപരമായ കഴിവും. നിങ്ങൾക്ക് അവരെ പോലെ അഭിനയിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അവരെ പോലെ ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അംഗീകരിക്കുന്ന രീതി. മഞ്ജു പിള്ള ഇന്ന് എല്ലാവർക്കും സ്നേഹം. എനിക്ക് വളരെ വ്യക്തിപരമായി ആ മാഡത്തിനെ സ്നേഹമാണ്, വളരെ ഇഷ്ടമാണ്. കാണണമെന്ന് ആഗ്രഹമുണ്ട്, കാണാൻ പറ്റിയില്ല. ഞാൻ മഞ്ജുവിൻ്റെ ഈ ബെമ്പർച്ചിരിയിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ പ്രയത്നിച്ചു. പക്ഷേ എനിക്ക് അതിനൊന്നും ചാൻസ് കിട്ടിയില്ല. മഞ്ജുവിനെ ഒന്ന് കണ്ടാൽ മതി എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളും ഈ ലോകത്തുണ്ട്. അപ്പം ആ കുട്ടി കാണിച്ചതിൽ യാതൊരുവിധ തെറ്റും ഇല്ല. ആർക്കും ഇതിൽ പലരും പറഞ്ഞിട്ട് എനിക്ക് നെറ്റി ചുളിക്കാൻ തോന്നി. നിങ്ങളുടെ മക്കൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ചുളിക്കാൻ പറ്റുമോ? പോയിരിക്കാൻ പറയും മുക്കിൽ. അത്രയേ ഉള്ളൂ. അതാണ് ഇന്നത്തെ കാലഘട്ടം. നമ്മൾ കാലത്തിനൊത്ത് ഒഴുക്കിനൊത്ത് തുഴയണമെന്ന് പറയും. അതേപോലെ കാലത്തിനൊത്ത് നമ്മൾ നടക്കണം. ഇനിയെങ്കിലും ഷഫീന ബീവി അവരുടെ ആ ഒരു വൃത്തികെട്ട സംസാരം ഇനിയെങ്കിലും ഇതിൽ
കൂടി ചെയ്യാതിരിക്കൂ. കാരണം ഇത് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു. നിങ്ങൾ എന്തൊരു വൃത്തികെട്ട സംസാരിക്കണത്? ഇതൊരു പൊതുമീഡിയയിൽ സംസാരിക്കേണ്ടതാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പം അത് ഇനിയെങ്കിലും നിർത്തുക. ദയാ സുജിത്ത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. ഒരു വൃത്തികേടും ഇല്ല ഡ്രസ്സിൽ. ആര് പറഞ്ഞാലും മുന്നോട്ട് പോവുക. ഓക്കെ, കീപ്പ് ഇറ്റ് അപ്പ്.